10 രൂപ എവിടെ നിന്നും കിട്ടിയോണ്ട് അതുകൊണ്ട് എന്താ ചെയ്യാനാ ഇന്നത്തെ കാറ്റിലേക്ക് കൊണ്ടോട്ടെ ജോമോളെ. ജോബോളം എന്നാ വേണ്ടേ? ഞാനും അവളും കൂടെ ഒന്നിച്ചിരി ജനുവരിയിലേ വരുള്ളൂ. എന്നാ കഴിച്ചു? എന്നെങ്കിലും കഴിക്കും. കഞ്ഞിയോ കഞ്ഞിയോ കപ്പയോ തമാശയൊക്കെ പറഞ്ഞ കേക്കട്ടെ. എന്തെങ്കിലും പലഹാരങ്ങളോ പലഹാരങ്ങൾ കഴിക്കുന്നു. കൊള്ളാലോ. എന്തെങ്കിലും ഭക്ഷണത്തിന് പലഹാരം തരാം കേട്ടോ. വയറിന് വേണ്ടിയിട്ട് നാളെയും പോട്ടെ അടിക്കും മാറി. എത്ര ദിവസമായി വന്നിട്ട്? എത്ര ദിവസമായി വന്നിട്ട്? ഞാനോ 19 ദിവസമായി. അവരിപ്പോ അവിടെ നിന്ന് വന്നതാ. ഇവനാണോ ഇറ്റലി ഉണ്ടായിരുന്നത്? ഇളവന്? അല്ല, എന്റെ മോന് യുകെയില്, ഇവൻ ഇവിടെ തന്നെ നിലവില്. ഇവന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ അവിടെ ഇരുന്നോളൂ, കത്തിക്കണോ? നമുക്ക് തിന്നണ്ടേ? ഇതെല്ലാം കഴിക്കാൻ. പിന്നെ ഇനി വേറെ ഉണ്ട്. ഇതെല്ലാം ഇന്ന് ഒന്നിച്ച് തിന്നണ്ട, വൈകി തന്നാ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓടി വഴിക്ക് കിട്ടിയതൊക്കെ പഴം മേടിക്കണമെന്ന് ഓർത്ത് അങ്ങനെ കട കടയിൽ രാവിലെ വെള്ളിട്ടു 7 മണിക്ക് വിടാനേ ഉണ്ടായിരുന്നല്ലോ റോഡ്. പിന്നെ വേറെ എന്നാണ്ട് വിശേഷങ്ങള്? വിശേഷം പറയാം. ഞാനോ? ഞാൻ രാവിലെ ചായ കുടിച്ചതേ ഉള്ളു. പള്ളിയിൽ പോയി ചായ കുടിച്ചു. പള്ളി രാവിലെ പോയി 7 മണിക്ക് പോയി. പിന്നെ ചേച്ചിയുടെ കയറിത്താമസമാണ്. എന്റെ ചേച്ചിയുടെ കയറിത്താമസമാണ്. അതിന് പറഞ്ഞേ അതെന്നാ ചോമോളെ പറഞ്ഞേ? അത് തന്നെ ഒരു പോസ്റ്റിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ കുറുപ്പന്തറയ്ക്ക് നിന്ന് നമ്മൾ തിരിഞ്ഞ് ചങ്ങനെ ഞാൻ കൂട്ട് കുറവലങ്ങാടിന് പോകുന്ന വഴിക്ക് തന്നെ കാഞ്ഞിരത്താനല്ല, അവിടെ നിന്ന് തിരിഞ്ഞ് കയറി പോയി. ഇപ്പൊ പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ട്. ഇപ്പൊ അത് വർക്കല്ലെന്ന് തോന്നുന്നു. ചെന്നിട്ട് നമ്മള് മറ്റേ നമ്മള് തിരിഞ്ഞിട്ട് കുറവലങ്ങാട്ടിന് റോഡേ പോവുകയല്ല, ഒരു ചക്കര ഇടത്തോട്ട് ഒരു ചെറിയ ഇട റോഡ്. കനാല് വരെ പോണം. പോണ്ട. അതിനിപ്പുറത്തെ കുറെ വില്ല, പുതിയ കുറെ വില്ലയായിട്ട് വന്നിരിക്കുന്നതിനകത്താണോ? പ്ലോട്ട് തിരിച്ചിട്ടേക്കാൻ ഇപ്പുറത്ത് ആണ്, ഫ്രണ്ടിലല്ലേ? അവിടെ കുറെ ലെഫ്റ്റ് സൈഡിൽ കുറെ വീട് പണിതിട്ടുണ്ട്. അല്ല, അങ്ങ് നമ്മൾ കയറിച്ച സിമെന്റ് കട കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിൽ കുറെ വീടുകൾ പണിതിട്ടുണ്ട്. പുതിയ ഇത് വീട് സ്ഥലം മേടിച്ച് പണിതാണോ? അതോ സ്ഥലം മേടിച്ച് വന്നിരിക്കുന്നത്? അതിനകത്തായിരിക്കും. അതാ ഈ റൈറ്റ് സൈഡിലാണോ ഇപ്പൊ വീട് വന്നിരിക്കുന്നത്? റൈറ്റ് സൈഡിലാണോ? ഒരു ചെറിയ കയറ്റം കയറുന്ന വഴിയുടെ സൈഡില് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങോട്ട് ചെന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവല്ല, അവിടെ ഒരു ഓട് വെച്ചൊരു വീട് താഴെ ഞങ്ങളുടെ വീട് ഈ ചേച്ചിയുടെ വീടിന്റെ മുമ്പിലിരിപ്പുണ്ട്. ചില നേരത്ത് ഭയങ്കര വഴക്കുണ്ടാക്കാറുണ്ടല്ലോ അമ്മച്ചി. ചില നേരത്തെ ദേഷ്യം വരുമല്ലോ. ഇതാരാ ഇതാരാ? നമ്മുടെ ആൾക്കാരാ. പക്ഷെ ആരാ? പേരെന്നാ? പേരോ? ഇത് എവിടുന്നു? പേര് മറന്നുപോയി. ഇത് മോനാണോ? മോനല്ല, എന്നും ഇവിടെ കാണുന്നുണ്ടല്ലോ. ചേച്ചിയുടെ മോനാണോ? കൊള്ളാലോ. എത്ര മക്കളാ അമ്മച്ചിക്ക്? എനിക്ക് 4-5 പേരുണ്ട്. എത്ര പെണ്ണുണ്ട്? 4 ഒരു പെണ്ണല്ലേ ഉള്ളൂ? എൽസി അല്ലേ പെണ്ണ്? അതാ ചോദിച്ചേ. അമ്മച്ചിയുടെ സഹോദരങ്ങളുടെ കാര്യം അമ്മച്ചിയുടെ മക്കളുടെ കാര്യം ഞാൻ ചോദിച്ചേ. എനിക്ക് ഒരു പെണ്ണോ? ഒരു പെണ്ണ്. അവരുടെ പേരെന്നാ? എൽസമ്മ. ആ മക്കൾ എത്ര പേരാ? 4 പേര്. 4 3 5 3 ഉള്ളൂ. അല്ല, ഇതാരാ? ജോമോനാരാ? ജോമോൻ മോനാണോ? മകനാ. സാബുവോ? ഒക്കെ. പിന്നെ ഓസ്ട്രേലിയയിലുള്ള മോൻ പേരെന്നാ?
ടോമി അവര് വന്നായിരുന്നോ? അവരൊക്കെ ഇവിടെയാണോ? എല്ലാരും പോകുന്നു. ശിങ്കിരിയോ? ചങ്കിരി ചങ്കിരി വന്നായിരുന്നല്ലോ. എന്നിട്ട് പോയോ? എല്ലാരും പോയോ? അവര് പിന്നെ നഴ്സിംഗിന് പോയോ? ശിങ്കിരി. വിവീനയുടെ കാര്യമായിരിക്കും പറഞ്ഞു. വിവീന എന്ത്? വിവീന എന്ത്? ഉണ്ട്. അവളെന്തിയേ? വിവീന ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. വിവാൻ എന്തിയെ? വിവാനും ഉണ്ട്. എല്ലാരും ഉണ്ട്. വിവാന പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? വിവീനായിട്ട് ഡിഗ്രിക്കല്ലേ? നേഴ്സുകളൊന്നുമില്ല. നേഴ്സ് ജോലിയൊന്നുമില്ല. അവളെ പഠിപ്പിച്ച് ഓസ്ട്രേലിയക്ക് വിടണ്ടേ? വിവീന പഠിച്ചിട്ട് ഓസ്ട്രേലിയക്ക് പോണ്ടേ? അതിനെ പോകാതിരുന്ന കാര്യം നടക്കും. അവളെ കൊണ്ട് മടുപ്പാ. അവളെ കൊണ്ട് മടുപ്പാ. അവള് പാവല്ലേ? ഇവിടെ വന്ന് വലിയ അമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണല്ലോ. അവൾക്ക് പോക്കൊക്കെ വെപ്പാ. കുഴപ്പമൊന്നുമില്ല. അവൾക്ക് പോയാൽ ഭയങ്കര ഇഷ്ടാ. പോണോന്നേ. ടോമിച്ചേട്ടനൊക്കെ അവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോണം കേട്ടോ. ഇവിടുത്തെ വീട്ടുകാരനാടാ. ഇവിടുത്തെ വീട്ടുകാർ നന്ദിയുണ്ടായിരുന്നു. പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും. കുറുപ്പന്തറ ഇടവക. ഇടവക മാറിയിട്ടില്ല. പക്ഷെ ഞങ്ങള് കമ്പിളിയണ്ടോ ചെലുത്തോട് പള്ളി. അതായത് ഈ ചോക്ലേറ്റ് എടുത്ത് വച്ചില്ലെങ്കിൽ ഞാൻ തരാം. കയ്യിലെല്ലാം പറ്റും. ചോക്ലേറ്റ് ഒരു എന്നെ ആ മുട്ടായി വെക്കണ്ടായിരിക്കും കേട്ടോ. അത് മുട്ടായി ഞാൻ തോന്നുന്നു, എനിക്കറിയില്ല. അത് വെക്കണായിരിക്കും ചിലോ. ചോക്ലേറ്റ് മുട്ടായിയാണോ വെക്കുന്നത്? ഇങ്ങോട്ട് വാ. കൈ ഇത് ചെയ്യണം. അവിടെ പേപ്പറുണ്ട്. വെച്ചോട്ടോ. മിഠായി കൊടുത്തിട്ട് ഇവിടെ എന്റെ കൂടെ പോരുന്നുണ്ടോ? എവിടെയാ? നമുക്ക് റോമിന് പോകാം. റോമിന് പോകാം. ഇറ്റലിയിലെ മാർപ്പാപ്പയുടെ അടുത്ത് പോവാ. വരുന്നില്ലേ? എന്നാ മാർപ്പാപ്പയുടെ ഇങ്ങോട്ട് വരാൻ പറയാം. അത് സന്തോഷമായി കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. വരികയല്ല ജോമോള് പിന്നെ വിവീനായിക്ക് ഇങ്ങോട്ട് പോകുന്നത് അത്ര ഇതല്ലെന്ന്. ഓസ്ട്രേലിയക്ക് ആര്? അച്ഛന്മാരും എല്ലാരും ഉണ്ട്. ജോലി. ടോമിച്ചേട്ടൻ ഇനി എന്നാ വരുന്നേ? മോന് ടോമി മോൻ എന്നാ വരുന്നേ? എനിക്കോ? എന്റെയോ? മകനോ? ഒരു ജോലിയാണ്. എന്നാ വരുന്നേ? ഗവൺമെന്റ് ജോലിയാ. ഗവൺമെന്റ് ജോലിയാണോ? അപ്പൊ സാബുമോൻ എന്ത് ചെയ്യും? അവ വീട്ടിലുണ്ട്. അവര് നമ്മുടെ നാട്ടിൽ അവര് ശമ്പളം ഉള്ള ജോലിയാ. സാബുവിന് അവിടെ പോകാറുണ്ടോ? സാബുവിന്റെ അടുത്ത് പോകാറുണ്ടോ? അങ്ങോട്ടൊന്നും പാടില്ല. അതിനാ അവര് ഇങ്ങോട്ട് വരും. ഓ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടോ, ഞാൻ വെച്ച് തരാം. കയ്യെ പറ്റും. മധുരമുണ്ടോ? മധുരമുണ്ടോ? ചോക്ലേറ്റ് ആണേ. മധുരം കുറവായിരിക്കും. ചോക്ലേറ്റ് കിറ്റ്കാറ്റാണോ? മധുരം കാണും. മധുരം ഉണ്ടല്ലേ? മധുരം പറയൂല. പിന്നെ വേറെ എന്നാ വിശേഷം? എന്നാ കഴിച്ച? രാവിലെ എന്നാ കഴിച്ച? ടോമീനെ അറിയാം. കണ്ടുപരിചയമുണ്ട്. ഈ വീഡിയോക്കകത്തെ വന്നത് കണ്ടായിരുന്നല്ലോ. എല്ലാരെയും കണ്ടായിരുന്നു. എന്നാ സൈഡ് വരുന്ന ലിസിമോൾ ഇനി എന്നാ വരുന്നേ? എല്ലാരും ജോലിക്കാരാ. ജോമോക്ക് ജോലിയുണ്ടോ? ജോമോൾക്ക് ജോലിയുണ്ടോ? ഇല്ല. ഇതാരാ? ഇതാരാ? ഇവിടത്തെയാണോ? ആ ചേച്ചി എന്റെ പേര് പറഞ്ഞിട്ട് എനിക്കിട്ട് നോക്കി. അറിയാം. അപ്പൊ ഇതോ? ജോമോൻ? അതെ. ഇത് ജോമോൻ മോനാണോ? ഇതൊന്ന് കഴിച്ചോ? എനിക്ക് വേണ്ട. എന്നിട്ട് ഇവിടെ വന്ന് പോയിട്ട് 1 വർഷം കഴിഞ്ഞല്ലേ? ഇല്ല, 6 മാസം. അല്ല, ഇവിടെ നിങ്ങളെല്ലാം ചേർത്തന്നെ ഒരു എയർപോർട്ടിൽ പോയപ്പോ വന്നില്ലേ?
അത് ഓർക്കുന്നില്ല ഇവിടെ വന്ന് അന്നേരം വന്നത് അതായത് ഒക്ടോബർ 9-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയത്. അതിനൊരു 3-4 ദിവസം മുമ്പ് വന്നു. ഒക്ടോബർ 8-ാം തീയതി കറങ്ങി വന്നതാ. നിങ്ങൾ കറങ്ങി വഴി ഇതിപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ബേക്കറി കയറിയിട്ട് സ്ഥലം ഇങ്ങോട്ട് ഈ വഴികളെല്ലാം കൂടെ ഉണ്ടാവുമ്പോൾ നമ്മള് അന്ന് വന്നപ്പോ ഇവനല്ലല്ലോ ഓടിച്ചത്. ആ വണ്ടി ഓടിച്ചതല്ലേ. നിങ്ങൾ ബേക്കറിക്കാരോട് പറഞ്ഞിങ്ങനെ ജോമോന്റെ വീട്ടിൽ പോകാനാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ. മറ്റമായിരുന്നോ? അന്നേരം അവര് പറഞ്ഞു എന്തോ മറ്റം മറ്റത്തില്. അന്നേരം അവിടെ നിന്ന് ആരാണ്ട് പറഞ്ഞു പിന്നെ ഏത് ജോമോനാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രീവാപുരം പള്ളിയുടെ അവിടെ ഉള്ളതാന്ന് പറഞ്ഞു. യൂട്യൂബിലാന്ന്. അന്നേരം വേറൊരാൾ അവിടെ നിന്ന് ചോദിച്ചു പിന്നെ ശാരീരിക ഞാൻ പറഞ്ഞത്. അടുത്തല്ലേ കട? അപ്പൊ അതിന് മുമ്പ് പറഞ്ഞു മുന്നോട്ട് പാലാക്കി പോകുന്ന വഴിക്ക് പോയി കാഞ്ഞിരത്താനത്ത് എന്നിട്ട് വേണം പോകാൻ. എന്നാലും പറഞ്ഞു ഇനി ഇതിലൂടെ അങ്ങോട്ട് പോയാൽ മതി, അവിടെ ഒരു ഗ്രൗണ്ടാവും അതുകൊണ്ട്. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞ പള്ളി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ ഞാൻ ഫോണിൽ വെച്ചു. ഇപ്പോൾ വന്ന വഴി എളുപ്പം. കാഞ്ഞിരത്താനം നമ്മൾ കറക്കാം. പിന്നെയും കറങ്ങണം. കുറുപ്പന്തറേന്ന് വരും. സുന്ദരിയുടെ മുടി ഞാൻ വെട്ടിയ അതിൽ താഴെ പോയാൽ എന്താ ചേച്ചിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിരി കണ്ടോ? തെറിച്ചു പോയതാണ്. എന്നത് കടലാസോ സാരമില്ല, പോകാം നമുക്ക്. ഞാനിവിടെ നിന്നോട്ടെ. അതിനാ ഞാനിവിടെ നിൽക്കുക. ഇനിയിപ്പോ ജോലിക്ക് പോണ്ടേ, എനിക്ക് ജോലിക്ക് പോണ്ടേ. ഒരിക്കൽ പോണതേ പോക്കോ പോക്കോ വേണ്ടെങ്കിൽ പോകണ്ട. പൈസ വേണ്ടേ, ജീവിക്കണ്ടേ. നന്നായിട്ട് അറിയാൻ തോന്നുന്നു. പൈസക്ക് വേണ്ടിയല്ല കഷ്ടപ്പാടെല്ലാം വേണ്ട. പിന്നെ ജീവിക്കണ്ടേ, നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ. ആ ഇത് കണ്ടില്ലേ ഒരുത്തന്നെ ഇരിക്കുന്നേ. ഇതിനെയൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു വിടണ്ടേ. പിന്നെ അപ്പൊ കാശില്ലാതെ പോകാൻ പറ്റുമോ. അതിപ്പോ എവിടെയാ പറഞ്ഞു വിടണം? ഇവനെ എവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞു വിടണോന്നേ. ആ ഒരിക്കൽ വിടണം. ഇവിടെ ഇപ്പൊ ചെറിയ ചെറിയ ജോലികൾ ചെയ്തോണ്ടിരിക്കുക. ജോലിക്ക് കണ്ട് പോക്ക് പോയില്ല, അവിടെ അവന്റെ ഭാവി പോയി. കണ്ടോടാ നശിച്ചില്ലേ. പിന്നെ ഭാവി നശിക്കാൻ പറ്റുമോ. പിന്നെ വിനാശം ആകെ ഒരു കഴിഞ്ഞു ഓടിയാൽ മതി. കഴിഞ്ഞു കൂടിയാ മതി. കേക്ക് നീ 10 രൂപ എവിടെ നിന്നും കിട്ടിയോണ്ട് അതുകൊണ്ട് എന്താ ചെയ്യാനാ ഇന്നത്തെ കാലം. അമ്മച്ചാസൊക്കെ ഉണ്ടല്ലോ അല്ലേ. അമ്മൻ ചാച്ചന് മരിച്ചുപോയി. ഇല്ലേ? ഇല്ലെന്നേ, മരിച്ചിട്ട് മമ്മി മരിച്ചിട്ട് 25 വർഷമായി. അയ്യോ. പപ്പ മരിച്ചിട്ട് ഈ 28-ൽ 25 വർഷമാണ്. അതായത് 2003 അതായത് 2003 മരിച്ചതാ പപ്പ. മമ്മി 2000 മരിച്ചു. അത് കഴിഞ്ഞുള്ളതിനാ ഇവൻ. അടുത്തടുത്താണ് രണ്ടുപേരും. 23-ലും 20-ലും ഇവൻ. അല്ല 2000-ലും 2003-ലും. അത് കഴിഞ്ഞുള്ളതാ ഇവൻ. ഇവനുണ്ടായില്ലായിരുന്നു മമ്മി മരിച്ചപ്പോൾ. പിന്നെ ഒരു മോളുണ്ട്, മൂത്തോള്. അവക്കൊരു കൊച്ചുമുണ്ട്. ചേട്ടത്തിയല്ല, എൻ്റെ മോള്. മകൾക്കൊരു കൊച്ചുമുണ്ട്. അവളുടെ പേര് നോറ. അവക്കൊരു വയസ്സായി. എത്രയാ? 1 വയസ്സ്. 1 വയസ്സായി കൊച്ചുമോക്ക്. ചൂടത്ത് ജീവിതം തീരും തോന്നുന്നില്ല. ഓടി രക്ഷപ്പെടണം. ഭയങ്കര അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം തരട്ടെ? പിന്നെ ഇച്ചിരി വെള്ളം മധുരം കൊടുക്കാം. ഉള്ളതുകൊണ്ട് മധുരം ഇല്ലെന്ന് പറയുന്നത്. അത് കുടിച്ച കഴിക്കട്ടെന്ന് പറഞ്ഞാ ഞാനേ. മുട്ടായി തിന്നോണ്ട് ചിലപ്പം വെള്ളം കുടിക്കണം. ഈ ചൂടത്ത് വെള്ളം കുടിക്കാതെ പിന്നെ എങ്ങനെയാ. വെള്ളം കുടിച്ചാലായിരിക്കണം. അത് മതി. മതി, ആവശ്യത്തിന് മതിയായിരിക്കും. ഒരു ദിവസം എത്ര പ്രാവശ്യം കുടിക്കണം? ഒരു 10 പ്രാവശ്യം ഇപ്പൊ കുടിക്കണം. കൊടുക്കാൻ പറഞ്ഞു മടുത്തു. അതായത് ചൂടല്ലേ. അതൊക്കെ സാധ്യത. എന്നാലും ഇപ്പോൾ കുറച്ചിടങ്ങളും കഴിക്കുമ്പോൾ അതിലെല്ലാം അടുപ്പല്ല. ഭക്ഷണത്തിന് അതെല്ലാം വെള്ളമാണോ? അതിലും വെള്ളമുണ്ട്. കഞ്ഞിയാണോ കുടിക്കുന്നത്? കഞ്ഞിയാണോ കുടിക്കുന്നത്? രാവിലെ എന്നാ കഴിച്ചത്? രാവിലെ കഞ്ഞി കുടിക്കും. ഉച്ചക്കോ? എന്തെങ്കിലും പുഴുക്ക് തിന്നും. പുഴുക്കോ? പുഴുക്ക് തിന്നോ? പുഴുക്കുണ്ടോ ഒരു ശാലം എനിക്ക് തരാൻ? ഇവിടെ പുഴുക്കുണ്ടെങ്കിൽ ഇച്ചിരി തരാവോ? പുഴുക്ക് തിന്നുവോ? പിന്നെ ഞാൻ പിന്നെ എന്നാ തിന്നുന്നത്? ആണോ? പിന്നെ എന്താ പുഴുക്ക? ചക്കയോ കപ്പയോ ഒക്കെ മതി. ആണോ? ഉണ്ടോ? പുഴുക്കുണ്ടോ? ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ പുഴുക്കൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ എല്ലാരും ഇല്ല ഇവിടെ? അല്ലെങ്കിൽ ആർക്കും വേണ്ട. ചെലവായില്ല. ശരി, എൻ്റെ പൊന്നെ. അതാ ചെലവാകാൻ ഉണ്ടെങ്കിൽ ഇച്ചിരി എടുത്തു തരാൻ പറ. ജോമോളോട് പറ. ജോമോളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കും. ഞങ്ങൾ എല്ലാവരും കൂടി. അമ്മ ഉണ്ടാക്കാറുണ്ടോ? ഞാനും കൂടെ കൂടി. അയ്യോ, ചക്കയൊക്കെ വിളിക്കാൻ കൂടിയല്ലേ പറഞ്ഞ. അവര് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കിയിരുന്നാൽ എളുപ്പം നടക്കുകയല്ല. കപ്പയാണോ ചക്കയാണോ ഇഷ്ടം? കപ്പയാണോ ചക്കയാണോ ഇഷ്ടം? എനിക്ക് എൻ്റെ ചക്കയുടെ അത്ര ഇഷ്ടമാണ്.
ചക്കയുടെ ഇഷ്ടമുള്ളൂ. കപ്പയോ? അപ്പം ഇഷ്ടം. ഇഷ്ടമാണ്. കപ്പയും ചക്കയും ഇഷ്ടമാണ്. ഉം. ചോറോ? ചോറും മറ്റൊന്നും വലിയ ഇതൊന്നുമില്ല. എന്തെങ്കിലും ഇച്ചിരി കഴിക്കും. ഇച്ചിരി കഞ്ഞി. ചോറ് തന്നെ തിന്നാൻ തോന്നുന്നത്. എന്നാൽ ഞാൻ പോവുക, സമയം പോയി. ചേച്ചിയുടെ കയറി താമസം 5 മണിയാകുമ്പോൾ. അതെ. എൻ്റെ ചേച്ചിയുടെ. അതെവിടെയാ? അത് കുറുപ്പന്തറ. ആണോ? അതല്ലേ ഞാനിവിടെ വന്നേ. വീട്ടുപേരനെ? വീട്ടുപേര് നന്ദികുന്നേരുന്ന്. ഇപ്പം വന്നതേ ഉള്ളൂ, 1 കൊല്ലമായുള്ളൂ സ്ഥലം മേടിച്ചിട്ട്. ഇപ്പം വീട് വെച്ചതാ. ചേച്ചി എന്നാലും എവിടെ ജോലി? ചേച്ചി UK-ലായിരുന്നു, ഇപ്പം ഇറ്റലിയിലേക്ക് മാറി. ആ. ഇനിയിപ്പോൾ ഒത്തിരി പോകുന്നില്ല ചേച്ചി. ആ. 6 മാസം കൂടുമ്പോൾ കുറച്ച് പോയിട്ട് പോരും. അവിടുത്തെ പൗരത്വം ഇറ്റലിയിലെ ചേച്ചിക്ക്. ആങ്ങളയ്ക്ക് 4 പിള്ളേർ, അവർ ഫ്രാൻസിൽ. അനിയത്തിക്ക് 3 പിള്ളേർ, അവർ ലണ്ടനിൽ, സ്കോട്ട്ലൻഡിൽ. അതിൽ 2 പിള്ളേരും അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. ഒരുത്തം വന്നില്ല, അവന് പരീക്ഷ. ഞങ്ങൾ 4 മക്കൾ, 3 പെണ്ണും 1 ആണും. നിനക്കുള്ളതാണോ? എനിക്ക് 2 പിള്ളേര്, ഇവൻ ഇളയത്. ഒരാൾ UK-ൽ. 2 പിള്ളേരേ ഉള്ളൂ, 1 ആണും 1 പെണ്ണും. അവള് നേഴ്സാ. ജോലിക്കാൻ അവള് നേഴ്സാ. ഇവന് ചേച്ചിയിടയ്ക്ക് കൊണ്ടുപോയില്ലായിരുന്നു? ഇവനിടയ്ക്ക് കൊണ്ടുപോയില്ലായിരുന്നു? ഇല്ല, ഇവനെ കൊണ്ടുപോയില്ല. അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അല്ല, ഇവനെ ആരെയും കൊണ്ടുപോയില്ലായിരുന്നു നേരത്തെ. ഇറ്റലിക്ക് കൊണ്ടുപോയില്ല. ഇവൻ ഇവിടെ പഠിക്കുമായിരുന്നു. ഇവൻ പഠിക്കാൻ വിസയ്ക്ക് വെച്ചിട്ട് അത് അടിച്ചില്ല. വിസ വെച്ചിട്ട് അടിച്ചില്ല. എന്നാന്ന് വെച്ചാൽ ഇവനും അവള് ഒന്നിച്ച് വെച്ചതാ വിസ. ഇവൻ പഠിക്കാൻ പോകാനും അവള് പരീക്ഷ എഴുതി അന്നേരം തന്നെ പോയി. മറ്റേ ഇവനും ഒറ്റ എഴുത്തിന് IELTS പാസ്സായി, അവള് ഒറ്റ എഴുത്തിന് OET പാസ്സായി. പക്ഷെ 2 പേർക്ക് ഒന്നിച്ച് വെച്ച് ഇവനടിച്ചില്ല. അങ്ങനെ വന്നേ അതെ, അതിനകത്ത് ഇവന് ഡിഗ്രിക്ക് പോയിട്ടേ ക്യാപ്പ് വന്നതിൻ്റെ അല്ല, അന്നേരം വിസ അടിക്കാൻ താമസിച്ചു. അപ്പൊ ഇവന് ആ പരീക്ഷ എഴുതിയിട്ട് പിന്നെ ആ ഇതിൽ പോകാലോ എന്നോർത്ത് പോയില്ല. വിസ അടിക്കാൻ താമസിച്ചപ്പം പിന്നെ ആ ഒരു കാരണം. കിടക്കട്ടെ. കിടക്കാൻ പോകണം. രാവിലെ ഏറ്റിട്ട് കിടന്നില്ലേ? ചോറുണ്ടേ? അതിനാ വേണ്ട. ഓ, സമയക്കാരല്ല, ആഹാരമൊന്നുമില്ല. സമയത്തുള്ള ഭക്ഷണം മതി, അത് മതി. എപ്പോഴാ സമയം? ഉച്ചക്കത്തെ എപ്പോഴാ കഴിക്കുന്നത്? 12 മണിക്ക്. അയ്യോ, സമയമായിട 12. ആ സമയം അതാ കിടന്ന ചേച്ചിട്ട് കഴിക്കാൻ കൃത്യസമയം. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ 12-ന് കഴിക്കും. രാവിലത്തെ എപ്പോഴാ? 9-നോ? രാവിലെ 10. 10. 2 മണിക്കൂർ ഇടവിട്ടാ. 2 മണിക്കൂർ ഇടവിട്ടാ. വൈകുന്നേരം 4 മണിയോ? 4 മണി കാപ്പി എപ്പോഴാ? 4 മണി കഴിപ്പോൾ ചായയൊക്കെ അല്ല. ചായ ഉള്ളൂ, കഞ്ഞിയല്ലല്ലോ. കഞ്ഞിയല്ല. എന്തെങ്കിലും തീറ്റയുണ്ട്. അന്നേരം പലഹാരം തിന്നും. എന്നാ പലഹാരം ഇഷ്ടം? അത് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും. ഓ, തന്നെ ഉണ്ടാക്കിയാണോ കഴിക്കുന്നത്? അങ്ങനല്ലേ? ആരാ ഉണ്ടാക്കുന്നത്? ഒരു പിള്ളേരും ഉണ്ടാക്കും. ഉണ്ടാക്കും അല്ലേ? ഇത് ആരാ ഉണ്ടാക്കുന്നത്? ജോമോളാണ് ഇത് ഉണ്ടാക്കുന്നത്? അമ്മയൊക്കെ ഉണ്ടാക്കും. അമ്മ ഏതമ്മ? എൻ്റെ അമ്മ അവിടെ കെട്ടിക്കൊണ്ട് വന്ന. അമ്മയോ? കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ അമ്മ. അമ്മയാണിത്. അപ്പം മോളായിരിക്കും ഇത് അല്ലേ? കെട്ടിക്കൊണ്ട് വന്ന അമ്മ, ഇത് മോളും. ഏത്? വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. ആഹാ, അതും ശരിയാ. ഇതിലാരാ മോളും? അമ്മയാരാ? മോളാരാ? അപ്പൊ നിങ്ങളുടെയൊക്കെ വീട് എവിടെ? ഇടുക്കി. കട്ടപ്പന. ഞങ്ങളുടെ അടുത്തല്ല. അല്ല, അടുത്തല്ല. അത് അടുത്തേക്ക് വന്നത് ചേച്ചിയാ. ചേച്ചി, എൻ്റെ ചേച്ചിയാ വന്നേക്കുന്ന അടുത്ത്. എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വന്നത്. ചേച്ചി എവിടെയാണ്? ചേച്ചി ഇവിടെ കുറുപ്പന്തറയിൽ ഇന്ന് മുതൽ താമസം. ഞങ്ങൾ 2 ദിവസമായി ഇവിടെ. ഇന്ന് ഞങ്ങൾ പോവും വൈകുന്നേരം, അല്ല നാളെ രാവിലെ പോവും. ജോലിയില്ലേ? ജോലിയുണ്ട്, എനിക്ക് ജോലിക്ക് പോകണം. അതാ ഞാൻ പറഞ്ഞ പോരാൻ, നമുക്ക് പോകാന്ന്. റൂമിൽ പോയി എല്ലാം കണ്ടു പെറുക്കി പയ്യെങ്കിൽ പോരാലോ. അമ്മയും ചാച്ചനും മരിച്ചുപോയി. 2 അടുത്തേ മരിച്ചുപോയി. കെട്ടിച്ചു വിട്ടടുത്തേ മരിച്ചുപോയി. ആണോ? എൻ്റെ പപ്പയും മമ്മിയും മരിച്ചു. അയ്യോ, അവരെല്ലാം നേരത്തെ മരിച്ചു. നാത്തുമാരോ ആങ്ങളമാരോ? നാത്തുമാരുണ്ട് 2 എണ്ണം. 1 എണ്ണം മരിച്ചുപോയി. 3 എണ്ണമായിരുന്നു. പിന്നെ ഒരു ചേട്ടൻ. 5 മക്കളാ അവര്. ഞങ്ങൾ 4 മക്കളും. എല്ലാവരെയും കല്യാണം കഴിഞ്ഞു. എല്ലാവരെയും കെട്ടിച്ചു, എല്ലാവരുടെ മക്കളെയും കെട്ടിച്ചു. കഴിഞ്ഞ ദിവസം ഇറങ്ങി തന്നെ വിളിച്ചതും പറഞ്ഞായിരുന്നേ, അമ്മ ഇപ്പൊ ആൾക്കാരൊന്നും വരുമ്പോ അധികം മിണ്ടുന്നില്ലല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഏതായാലും മിണ്ടാൻ തുടങ്ങിയല്ലോ. എന്നെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ വർത്തമാനം പറയുന്ന എന്നെ ഇഷ്ടമാണോ? എന്റെ പേരെന്നാന്നറിയാവോ? അറിയത്തില്ല. ലാലി. അമ്മയ്ക്കത് അറിയാം. ലാലി.
ഡാലിയ. ആ അമ്മയ്ക്ക് ആ പേരറിയാം. അയ്യോ, നല്ല അതിനാന്നറിയോ? അമ്മയുടെ നാത്തൂന്റെ മകളുടെ പേരാ. പേരുകാരുണ്ട് ഉണ്ട്. ഉണ്ടല്ലേ ആ, ഉണ്ടോ? ആ, ഉണ്ട്. ഈ പേരുണ്ട്. അമ്മച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് ഏരിക്കുട്ടിയുടെ ആ ഏലിക്കുട്ടി എന്നാണ് പേര്. സുന്ദരി ഏലിക്കുട്ടി എന്നാ ഞാൻ വിളിക്കുന്നത്. വിളിക്കുന്നത്. ഇടയ്ക്കൊക്കെ വിളിക്കുന്ന ചേച്ചി. പിന്നെ സാബുവിന്റെ പെണ്ണിന്റെ പേരെന്നാ ഭാര്യയുടെ? അവരുടെ പേരെന്താ? ലീലാമ്മ. ഏ? ലീലാമ്മ. ലീലാമ്മ. ലീലാമ്മ എവിടെയാ? അവരെവിടെയാ താമസിക്കുന്നത്? ഒരു ജോലിയല്ലേ? ആ ജോലിയാണ്, അവർക്കൊക്കെ ജോലിയാണ്. ഇപ്പൊ ജോമോക്ക് മാത്രമേ ജോലി ഇല്ലാത്തേ ഉള്ളൂ. ഇവിടെ ജോലിക്ക് വിട്ടാലോ? ഇവിടെ ജോലിക്ക് പോട്ടെ. ഞാൻ ഈ ചേച്ചിയിലൂടെ പോകാം. ഇറ്റലിക്ക് കൊണ്ടോട്ടെ ജോമോളെ? ഇറ്റലിക്ക് കൊണ്ടോട്ടെ ജോമോളെ? എനിക്കൊന്നും ചെയ്യാനും പറ്റും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജോമോനോട് കഞ്ഞി വെച്ച് തരാൻ പറ. എനിക്ക് നല്ല ആൾക്കാരുണ്ട്. വേറെ ആൾക്കാരുണ്ടോ എവിടെ? എൻ്റെ ചേട്ടിമാരും ആ ചേട്ടത്തിമാര്. എത്ര ചേട്ടത്തിമാരാ ഉള്ളത്? അനിയത്തിമാരും ആങ്ങളെയുണ്ടോ? ആങ്ങളമാരും ഓ ഒത്തിരി പേരാ. കെട്ടിക്കൊണ്ട് വന്നവരും എന്നാ ജോമോളെ കൊണ്ടുപോകാം. അവരുടെ ഞാൻ മക്കളും. പോവാ. എന്നിട്ട് സാബുമോന്റെ അടുത്ത് പോയി നിന്നു. ലീലാമ്മയുണ്ടല്ലോ, സാബുമോന്റെ അടുത്ത് പോയി നിന്നു. ജോമോന് ജോലിക്ക് പോകണ്ടേ? എന്നിട്ട് വൈകുന്നേരം വന്ന് ഇവിടെ കിടന്നു കേട്ടോ. ഞാൻ പോവാ കേട്ടോ, ചേച്ചിയിലൂടെ പോവാ. ഞാൻ പോയിച്ചിട്ട് കൊണ്ടോട്ടെ. അല്ലെങ്കിൽ ഇത് വീടല്ലല്ലോ, ഇടയ്ക്ക് കിടക്കാൻ വന്നല്ലേ. ഒരു ജോലിക്കാരല്ലേ? ആര്? അവരോ? ആ ജോലി ഇല്ലാതെ ജോമക്കല്ലേ ജോലി ഇല്ലാത്തോളൂ. ജോമക്ക് ജോലി വേണ്ടേ? അതിനോട് എത്ര ആണുങ്ങൾക്കൊക്കെ ജോലിയാ. ആണുങ്ങൾക്കുണ്ടോ? ആണുങ്ങൾക്കും ഉണ്ട് ജോലി, പക്ഷെ പെണ്ണുങ്ങൾക്കും വേണ്ടേ? പിന്നെ ലീലാമ്മയ്ക്ക് ലിസിമോൾക്കൊക്കെ ജോലി ഉണ്ടല്ലോ. വേണ്ടല്ലേ? ഇപ്പൊ ജോമോക്ക് ജോലി വേണ്ടേ? പിന്നെ എന്നാ അവളും പോട്ടെ, ഞാൻ കൊണ്ടുപോകാം. ഇറ്റലിക്ക് കൊണ്ടുപോകും. കൊണ്ടുപോവാ. ആ പോവാണേ, പോവാ. ഞാൻ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. ഉണ്ടോ? ചിരിക്കുന്നു. അത്ര താല്പര്യമല്ല. ജോമോളെ വിടുന്ന ഇഷ്ടമല്ല അല്ലേ? ജോമോളെ വിടുന്ന ഇഷ്ടമല്ലേ ജോലിക്ക്? ഇവിടെ ആ ഇവിടുത്തെ ജോലിയല്ലേ, പുറത്ത് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. പോണില്ല. പോകണമെന്ന് ഇനി വിമീനൊക്കെ എങ്ങനെയാ പഠിപ്പിക്കുന്നേ? പൈസ വേണ്ടേ? എനിക്കറിയത്തില്ല. ആ അതറിയത്തില്ല. ചെയ്തോളും. ചെയ്തോളും. വിമാനം പഠിക്കുവാണോ? അവർക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ? പിന്നെ ആർക്കാ? വിമാനം വിവീനാക്കോ? അവർ പഠിക്കുമല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇല്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും ആയില്ല. ആ അപ്പൊ പിന്നെ പൈസ വേണ്ടേ പഠിപ്പിക്കാൻ? അപ്പൊ ജോമോള് ജോലിക്ക് പോട്ടെ ഒന്നും ആയില്ലെന്ന് കേട്ടോ. ജോമോള് ജോലിക്ക് പോട്ടെ. അല്ലാതെ എങ്ങനെ? ആ ചിരി കണ്ടോ? ചൂടുണ്ടോ? ചൂട് കയ്യ ഒരു പാട് എല്ലാം കണ്ടുപിടിക്കും. കയ്യ പാടോ? ഏത് പാട്? ഇവിടെ അവിടെ അതുകൊണ്ട് ഇതാ കണ്ടുപിടിച്ചത്. എല്ലാം കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടോ? ഇത് മറുക കണ്ടോ? അത് ചിത്രശലഭം ജനിച്ചപ്പോ ഉള്ളതാ. മാറുകയാണ്. ആ ഇതോ അത് ഒരു വർണ്ണമായി പോലെ. വ്രണം പോലെയാണ് പറയുന്നത്. വ്രണമല്ല ഇത് ചിത്രശലഭമാ. കണ്ടോ? ആ ഇത് കണ്ടോ? പൊള്ളിയത് ഇവിടെ വന്നപ്പോ പൊള്ളിയതാ കണ്ടോ? കൈയുടെ ഇവിടെ അങ്ങനെ പുള്ളി വന്നേന്ന് പുള്ളി. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഇനി പോയാൽ എൻ്റെ വെള്ളം എന്നാ വേണ്ട എന്നോ കളയാം. കുറച്ചു കാലം കഴിയും. ഒരു ഉമ്മ തന്നെ. എന്നാ ഒരു ഉമ്മ തന്നെ. എന്ന് വരും? ഞാനോ? ഇനി ജനുവരിയില്. ജനുവരിയില്ല. അപ്പൊ അത് ഈ 2 മാസത്തോളം 2 മാസമൊന്നും അല്ല. മെയ് മുതല് 3 മെയ്, ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 8 9 മാസം അപ്പൊ അതുവരെ ഇവിടെ ഇരിക്കണം. പുറത്തോടി വയ്ക്കുക. ഞാൻ പുറത്തോടെ വെക്കാം. ജോമോളെ കൊണ്ടുപോകുക 6 മാസം കഴിയുമ്പോ. ഇനി വരുമ്പോ ജോമോളെയും കൊണ്ട് പോവാ. എങ്ങനെയാ? ചുമ്മാ ചിരിക്കല്ലേ, ഇതൊന്നും നടക്കുമല്ലോ. നടപടിയുള്ള കേസല്ലെന്നാ ജോമോളെ അതിന് ഒരു ഇരുത്തിയ ചിരി കണ്ടില്ലേ? ഇരിക്കുമ്പോ നടക്കുമല്ലെന്നാ പറയുന്നത്. അല്ല ജോമോനെ കൊണ്ടോട്ടെ. എങ്ങനെയാ? ജോലിക്ക് അവന് പറമ്പിപ്പണിയല്ല. അവന് പറമ്പിപ്പണി. അവനെയും കൊണ്ടാൻ പറ്റിയല്ല. ഇവര് 2 പേരും പോകാൻ പറ്റിയല്ല. എന്നിട്ട് 1 മാസം പോയി അവിടെ പോയി നിൽക്കുക. സാബുവിന്റെ അടുത്ത് സാബുമോനില്ലേ, ഇഷ്ടപുത്രൻ, അവിടെ പോകോ. അവൻ ഇവിടെ ഒന്നുമല്ല, അവന് ജോലിയാ. അവർക്ക് ജോലി, ബാക്കി ആർക്കും ജോലി വേണ്ട. അവർക്ക് ഗവൺമെന്റാ. ഇവർക്ക് പ്രൈവറ്റ് പോലും ഇല്ലതാനും വിടുകയില്ല.
അതുകൊണ്ട് അവരെയൊക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ലിസിമോളെ ഇങ്ങ് വിളിക്കാം. ലിസിമോൾ വന്നൊരു 6 മാസം നിൽക്കട്ടെ ഇവിടെ. ആ ലിസിമോള് വരുമെന്ന് അറിയത്തില്ല. വരണമെന്ന് വരുത്തണം. 6 മാസം ജോമോള് ജോലിക്ക് പോട്ടെ, ലിസിമോൾ 6 മാസം വിശ്രമിക്കട്ടെ, അമ്മച്ചീനെ നോക്കി. അതിനാ അവരൊന്നും പറ്റിയല്ലായിരിക്കും. അറിയത്തില്ല, നടക്കും. ഒന്ന് വിളിച്ച് ചോദിക്കാം. ടോമിയുടെ നമ്പറുണ്ടോ ഇവിടെ? ടോമി ചേട്ടൻ്റെ നമ്പറുണ്ടോ ഇവിടെ മോൻ്റെ? നമ്പരുമില്ല, അവരുടെ എല്ലാം കൊണ്ടുപോകും. ആ എന്നാൽ അധികം എടുക്കുക, ഒന്ന് വിളിച്ച് ചോദിക്കാം. ലിസിമോളോട് അടുത്ത മാസം ഇങ്ങനെ വരാൻ പോകുന്നു. എന്നിട്ട് ജോമോൾ ഒരു 6 മാസം ജോലിക്ക് പോട്ടെ, അതിന് നടക്കുമല്ലോ. അല്ലാതെ നീ പോയ എന്നാ വന്നെ? ജനുവരി. അയ്യോ, 6 മാസം 5 മാസം ആകുമ്പം വരും. അല്ല ഇന്നത്തെ ജനുവരി അല്ലേ? ഇന്നത്തെ ജനുവരിയാ, ഇന്നത്തെ മെയ്യാ. ജനുവരി കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇപ്പം തീരും. അടുത്ത ജനുവരി 2027 ജനുവരിയിലാണ്. എന്നാ പോട്ടെ, ഇനി സമയം ഒത്തിരി കാര്യങ്ങളുണ്ട്. 12 മണിയാവുക. വേണ്ട, ചോറൊന്നും വേണ്ട, ചോറ് വേണ്ട. ഇനി വേറെ കാര്യങ്ങളുണ്ട്. വേറെ വഴിക്കല്ല, ഇനി ഇവൻ എന്നെ അവിടെ കൊണ്ടുവിടണം. ഇവന് വേറെ കാര്യമുണ്ട്. ഇന്നിപ്പോ ആരും പോവുകയില്ല. ഇന്നിപ്പോ ഈ രാത്രിയിലല്ലേ, വെളുക്കാപ്പുറത്തെല്ലാം പോകും. എനിക്ക് നാളെ കഴിഞ്ഞ് പോകണ്ടായിരുന്നു. എന്നാലും ഇന്നലെ ഉച്ചയായപ്പോഴത്തേനും ടിക്കറ്റ് ഇതായി പറഞ്ഞ് മാറി വന്നു. സുഖമൊക്കെ ആണോ? പിന്നെ സുഖമാണ്, അസുഖങ്ങളൊന്നും ഇല്ല. മടുപ്പാ. ഒരമ്മച്ചീനെ തന്നെ നോക്കുന്ന ഞാന്. എല്ലാ ഭക്ഷണം ഒരമ്മച്ചീനെ ഞാൻ അവിടെ നോക്കുന്ന ഇറ്റലിയില്. ആണോ? 75 വയസ്സ്, 76 വയസ്സേ ഉള്ളൂ. ഭയങ്കര മണ്ണമാ. എന്നെ അടിക്കാൻ ഭയങ്കര കലിയും ഒച്ചപ്പാടുവാ. വീട്ടിലെയാണോ? കെട്ടുവീട്ടിലല്ല, ജോലിക്ക് പോകുന്നിടത്ത്. ജോലിക്ക് പോവുക ഞാൻ ഇറ്റലിയില്. അവിടെ ഒരു അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളൂ ആ വീട്ടില്. വഴക്ക അതിനെ തല്ലാൻ വരും, വഴക്കുണ്ടാക്കും. ഇതൊക്കെയാണ് പരിപാടി. പിള്ളേര്? അതിന് പിള്ളേരില്ല, കെട്ടിച്ചതല്ല അതിനെ. എനിക്ക് 2 പിള്ളേര്. എന്തായാലും എടുപ്പതും ചെറുപ്പതും ജോലിയല്ലേ? ജോലിയാണ്. ജോലിയില്ലല്ലോ, സ്വൈര്യം തരുവല്ല. 1 വർഷമായിട്ട് ഭയങ്കര വഴക്കം. അതെ, അവരെ നമ്മൾ നോക്കുന്നുള്ള അവർക്ക് അങ്ങനെ ഒരു നില വെച്ചു. താമസമുണ്ടോ? വീട്ടിൽ വന്ന് താമസിക്കുവാനുണ്ടോ? ആര്? ഞാനോ? ഞാൻ വീട്ടിലെ ഇപ്പൊ താമസിക്കുന്നു, ഇവിടത്തെ വീട്ടില്. ആണോ? അത്തിച്ചാൽ ഇന്ന് കൊന്തയില്ലായിരുന്നോ? കൊന്തയല്ല എന്തിയെ? കൊന്തയൊക്കെ എന്തിയെ? കൊന്തയുണ്ടായിരുന്നു, പക്ഷെ എടുത്തോണ്ട് വന്നില്ല. കൊന്തയുണ്ടായിരുന്നു, പക്ഷെ എടുത്തോണ്ട് വന്നില്ല. ഞാനിവിടെ ജാൻഡി അടിച്ചു കൊടുത്തേക്കാം എപ്പോഴേലും. ഇത് ഒരെണ്ണേ ഉള്ളൂ, ഒത്തിരി കൊന്ത ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്തിയെ? മാല എന്തിയെ? മാല എന്തിയെ? ഓർമ്മയുണ്ടായിരുന്ന കാലത്ത് മാലയൊക്കെ ഊരി കൈ തന്ന് ഞങ്ങളെ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ ജോമോളെ കൊണ്ടുപോവുക കേട്ടോ, വണ്ടി വന്ന് നിൽക്കുക. ജോമോളെ കൊണ്ടുപോവുക. ജോമോള് പോയി സാരി ഉടുപ്പോ ചുരിദാറും ഇട്ടിട്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ. ജോമോളെ ഞാൻ പോട്ടെ. ജോമോളെ കൊണ്ടുപോകാന്ന് വണ്ടി കണ്ടോ? കൊണ്ടുപോകാനുള്ള വണ്ടിയാത്. അവളെ ജോലിക്ക് കൊണ്ടോട്ടെ. ജോലിക്ക് പോണം. ജോമോള് ജോലിക്ക് പോവുക. ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടേ? പോയി ചോറുണ്ട്, 12 സമയത്തല്ലേ. ആര്? ജോമോളോ? ജോമോളൊരു 6 മാസം കഴിയാതെ വരാൻ പറ്റിയല്ല. അതുകൊണ്ട് ലിസിമോളെ വിളിച്ച് വിവരം പറഞ്ഞാലേ ശരിയാക്കി തരാന്ന്. അല്ലെങ്കിൽ ഇവിടെ പോകണം. എവിടെയാ? സാബുമോന്റെ അടുത്ത്. ഇഷ്ടപുത്രനില്ലേ സാബുമോൻ ഇല്ലേ? അവിടെ പോണം. ജോലിക്കല്ല, അവിടെ പോയി കിടക്കണം. അവിടെ ജോമോൻ ജോലിക്ക് പോകും. താമസിക്കാൻ. ലീലാമ്മ വൈകുന്നേരം വരും. അന്നേരം അവിടെ കിടന്നോണം. ഇടയ്ക്ക് ജോമോൻ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇനി കാര്യങ്ങള്. അവരവിടെ താമസിച്ചോട്ടെ. അവരെവിടെയാ താമസിക്കുന്നത്? അയ്യോ, മകൻ താമസിക്കുന്ന എവിടെയാണോ? ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ. പോകാറില്ല അവിടെ. അതിന് ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ. നേരം അതിനെ പണിയാ? ജോലിയാണോ? പിന്നെ മേല അയ്യോ വീണ ശരീരത്തിലല്ല. ഈ പുറകിൽ അവിടെ വരെ പോകത്തില്ലേ? അവിടെ വരെ പോകാൻ പറ്റത്തില്ലേ? എവിടെയാ? ഈ പുറകിലല്ലേ താമസിക്കുന്നേ? വീട്ടിലോ? വീട്ടിൽ ഞാൻ തന്നെ പോവുകയില്ല. ഇവരെ കൂട്ടിക്കൊണ്ട് പോകണം. വാ, നമുക്ക് പോവാം. ഞാനങ്ങ് പോകാം.
കൊണ്ടുവിടാം അവിടെ. ഇപ്പം പോവാനോ? ഇപ്പോൾ കൊണ്ടുവിട്ടേച്ച് പോക്കോളാം. ജോമോളെ കൊണ്ടുപോകല്ലേ. പോവാനോ? പിന്നെ അതിൽ വണ്ടി വന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ വണ്ടി ഇനി വരികയില്ല. ജോബോളം എന്നാ വേണ്ടേ? അവൾ 6 മാസം കഴിഞ്ഞേ വരുള്ളൂ. ഉള്ളോ? പിന്നെ വിവീനെയൊക്കെ ഇടയ്ക്ക് വരും. ബിസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട്. മാറിയേ എന്നാ പോകാ. സാബും വണ്ടി എടുത്ത് പാ. പോവാ. എന്നാ ഏക്ക് പറ്റുന്നില്ല. പിന്നെ എന്തോ നീ എത്ര നാൾ കഴിഞ്ഞാലാ? ഒത്തിരി നാൾ 6 മാസം കഴിയും. കാണാൻ ഞാനും അവളും കൂടെ ഒന്നിച്ചിനി ജനുവരിയിലേ വരുള്ളൂ. നീ 6 മാസം ഉണ്ട് ഇവിടെ ഉണ്ടോ? ഇല്ലില്ല, ഞാൻ നാളെ കഴിഞ്ഞ് പോകും. ബുധനാഴ്ച. ആണോ? ജോലി സ്ഥലത്തോട്ടോ? ആ കൂടെ ജോമോളും പോരുവാ. എവിടെയാ? റോമില് ഇറ്റലി. എവിടെയാണോ? യൂറോപ്പില്. അയ്യോ, അങ്ങോട്ടാ കൊണ്ടുപോണ ജോമോളെ. ഒട്ട സ്ഥലമൊക്കെ എടുത്താണോ? പിന്നെ നല്ല തണുപ്പാ. മഞ്ഞ് ഭക്ഷണം പച്ചക്കറി, പച്ചയില തിന്നുക, ഇതൊക്കെയാ. ആടിൻ്റെ കൂട്ടിൽ ഇലയൊക്കെ പയ്യെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ പഴങ്ങൾ, ഓറഞ്ച്, ആപ്പിള്, തീറ്റ നല്ല തീറ്റയാ. പോരുന്നുണ്ടോ? ഞാൻ പോലുമില്ല, ഒന്നുമില്ല. അതെന്നാ വാന്നേ. ഞാൻ താമസിക്കാതെ ഈശോ വിളിക്കാൻ. പിന്നെ ഈശോ വിളിക്കുവോ? പ്രായമായില്ലല്ലോ. പിന്നെ അതിനുള്ള സമയമായിട്ടില്ല. 30 വയസ്സല്ലേ ഉള്ളു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. അയ്യോ, 50 വയസ്സുണ്ടോ? എന്നാ ഒന്നും ആയിട്ടില്ല പോകാൻ. ഇനിയും കിടക്കുന്നു 100 വർഷവും കൂടെ കുറഞ്ഞത്. പിന്നെ ഇപ്പൊ പോകും. പ്രായം നിൽക്കുകയല്ല. എന്നാ ജോമോള് ചുരിദാറിടാ, പോട്ടെ. സമയം പൊക്കോണ്ടിരിക്കുക. ജോമോളോടെ ഡ്രസ്സ് മാറാൻ. ജോമോളുടെ ഡ്രസ്സ് മാറാൻ. കഞ്ഞി പിടിക്കുന്നുണ്ടോ ഇപ്പം? കൊണ്ടുപോവാണ്. ഞാൻ അവളെ കൊണ്ടുപോകാം. കഞ്ഞി എടുത്തു കൊടുത്തേ അമ്മയ്ക്ക്. എന്നിട്ട് ഡ്രസ്സ് ഇടും. അവളെ റൂമിന്. ജോലി സ്ഥലത്തോട്ട്? റൂമിന് കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുക്കാൻ. മാസം പൈസ വരും. കൂടി വന്നെങ്കിലല്ലോ. ഞങ്ങൾ രണ്ടും കൂടെ കൂടി വരും. ഞാൻ പൊക്കോട്ടെ? ഞാൻ ചേച്ചിയോട് പൊക്കോട്ടെ? ഓ ശരി, വൈകുന്നേരം വരണം അല്ലേ? വൈകിട്ട് വരണം. പൊക്കോ. സമയം 12 കേട്ടോ. കൃത്യസമയത്ത് കഴിക്കുവാണെങ്കിൽ കഴിച്ചോ. കഞ്ഞി കുടിച്ചോ. 12 മണിയായി. കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പൊക്കിയല്ല. ഓ വേണ്ട. എന്നാ ഭക്ഷണം ഒന്നും വേണ്ട. ഭക്ഷണം ഇഷ്ടമല്ലേ? അപ്പോൾ എന്നാ കഴിക്കും? നന്നായി ഇച്ചിരി വെള്ളം കുടി. നാരങ്ങ വെള്ളം. അതും പറ്റിയല്ലേ? ദിവസം കുടിക്കാണ്ടിരിക്കണം. ദിവസം ഒരു വലിയ ഗ്ലാസ് നിറച്ച് കുടിക്കും. ഒരു ഗ്ലാസ് മാത്രമേ കുടിക്കുള്ളൂ ഒരു ദിവസം. 2-3 ഗ്ലാസ് കുടിക്കാം. 2-3 അല്ല, 5-8 ഗ്ലാസ് കുടിക്കണം. ഭയങ്കര ചൂടാവും. വെള്ളം കുടിച്ചു. മധുരമില്ലാത്ത വെള്ളം പറ്റിയില്ല. നല്ല വെള്ളമാണോ? എനിക്ക് വേണ്ട. കുടിച്ചു. കുടിച്ചതാ. പിന്നെ അടിപൊളിയാ. നല്ല മധുരം. ആദ്യമായിട്ടാണല്ലോ. നല്ല വെള്ളം അല്ലേ? ഇങ്ങനെ കുടിക്കും. ദിവസം കുടിക്കണം. എനിക്ക് തരും. ആരാ തരുന്നേ? ഇവര്. ജോമോളാണ് ഇതൊക്കെ തരുന്നേ. കൊണ്ടത്തരല്ല. ഞാനും അവിടെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ എടുത്തുകൊണ്ട് തരും. അത് കൂടെ വീട്ടിലുണ്ടല്ലോ. പിന്നെ വെള്ളമൊക്കെ എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ആരെങ്കിലും വന്നാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണ്ടേ. പിന്നെ ആകത്തിന് അതിനൊക്കെ പാട്ടി വെക്കാം. നമ്മൾ കാത്തിരിക്കണം. ഇതൊക്കെയാണ് പരിപാടികൾ. ഇതെല്ലാം നല്ല കാര്യം. ഞാൻ പോട്ടെ. എന്നാ വേണ്ട? ഇനി വരുന്നത് ജനുവരിയില്. ജനുവരി വരും. അന്നേരം എന്നാ കൊണ്ടുവരണ്ടേ? അന്നേരം ഒത്തിരി മാസമുണ്ട്. എന്നാ കൊണ്ടുവരണ്ടേ അന്നേരം അവിടെ നിന്ന് വരുമ്പോ? എനിക്കറിയാം. ഒരു കൊന്ത. എനിക്ക് ഇഷ്ടമുള്ള കൊന്ത കൊണ്ടിരട്ടെ? കൊന്ത കൊണ്ടിരട്ടെ? കൊന്ത കുഴപ്പമില്ല.
പൊന്തയെ വീട്ടിലിരിപ്പുണ്ട്, ഞാനേ ഓർത്തില്ല. ഞാൻ മമ്മിയുടെ ഒക്കെ കുർബാനയ്ക്ക് പോയേച്ചേ വന്നപ്പോൾ ആ വഴിക്ക് പോന്നു. ഇവൻ എന്നെ കൊണ്ടുവിട്ട് ഞാൻ ആങ്ങളുടെ ചേച്ചിയുടെ ഒക്കെ കൂടെ പോന്നു. അതുകൊണ്ട് അത് വീട്ടിലിരിപ്പുണ്ട്. അത് പിന്നെ കൊണ്ടായി ചേച്ചിയുടെ കൈ കൊടുത്തേക്കാം. താമസിക്കുന്ന കട്ടപ്പന അവിടെയാണ്. അന്നേരം ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ജോമം മേടിച്ചോളും കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇത് മോള് തന്നെ കട്ടപ്പനയിലാണോ താമസിക്കണേ? കട്ടപ്പനയിലും വാഴക്കുളത്തുണ്ട് വേറെ വീട്. എവിടെയാ? വാഴക്കുളം. വാഴക്കുളം. അതേ വീട് ഇവിടെ അടുത്താ. 1.5 മണിക്കൂറേ ഉള്ളൂ. നീ എന്താ വന്നെ? ഞാൻ എന്നാ ഇവിടെ നിൽക്കാം. നിൽക്കുവാണോ? നമുക്ക് 2 പേർ കൂടി ഇവിടെ നിൽക്കാം. ജോമോളെ പറഞ്ഞുവിടാം, ജോമോനെ വിടാം. അവർ 2 പേരും പൊക്കോട്ടെ, നമുക്ക് ഇവിടെ നിൽക്കാം. ഇവര് പൈസ അയച്ചു തരട്ടെ. എന്നാലും അവർക്ക് ജോലി ചെയ്യണ്ടേ? അവര് ജോലി ചെയ്യാതെ പിന്നെ പൈസ കിട്ടുമോ? ജോലി ചെയ്യാൻ എന്നിട്ട് കുറച്ച് പൈസ വേറെ തരണം. ഇവനെയും പറഞ്ഞു വിടണ്ടേ? ഞാനിവിടെ നിന്നാലോ? ജോലിക്ക് പോകുന്നതല്ലേ? ഞാൻ പോകുന്നില്ല, ഇവരെ വിടാം. ഇവരെ 2 പേരെയും കൂടെ. എന്നായിണ്ട്? എനിക്ക് അതിലൊന്നും അറിയത്തില്ല. എന്നാ ഞാനിവിടെ നിൽക്കട്ടെ. പക്ഷെ പൈസ കൊടുക്കണം മാസം മാസം. പൈസ വേണം എനിക്ക്, ശമ്പളം വേണ്ടേ? അതൊക്കെ എനിക്ക് അറിയത്തില്ല. എത്ര രൂപ ഉണ്ടോ ശമ്പളം? എനിക്കോ? എനിക്ക് തന്നെ 1 ലക്ഷം രൂപയുള്ളൂ. ഇവിടെ 1 ലക്ഷം. ഒരു മാസം? ആ അത് വലുതാന്നറിയാം. 1,10,10,000 രൂപയുണ്ട് ശമ്പളം. 1,10,10,000 ഒരു മാസം? ഒരു മാസം. ഞാനീ പൊക്കോട്ടെ അതുകൊണ്ടാ ജോമോളെ കൊണ്ടാകാന്ന് പറഞ്ഞേ. ഒരമ്മച്ചീനെ നോക്കണം 1 മാസം. അമ്മച്ചിനെയും കൊണ്ടുപോകണം. അല്ല, അമ്മച്ചി അവിടെ ഇറ്റലിയിലാ. അപ്പൊ ഞാനിവിടെ അവധിക്ക് വന്നതാ. ആ അമ്മച്ചീനെ നോക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്നിട്ട് ഇത്രയും പൈസ കിട്ടും 1 മാസം ആകുമ്പോ. എനിക്കാന്നേ ഭയങ്കര പാടാ. അപ്പൊ വീട്ടിലോ? വീട്ടിൽ ഇവര് നോക്കും, അപ്പനും മകനും. അവർക്ക് ഇച്ചിരി കഞ്ഞിയും വെച്ച് കുടിച്ചാൽ പോരെ, വേറെ പണിയില്ലല്ലോ. ഇവൻ ജോലിക്ക് പോകും. അവരൊക്കെ കട്ടപ്പനയാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ വരും. ഇവിടെ താമസിക്കുന്നില്ല ഇപ്പൊ. വീട് വാടകയ്ക്ക് കൊടുത്തേക്ക് വരുന്നു. ഇപ്പൊ അല്ലല്ലോ വിൽക്കാൻ പോവാത്. അക്സല്. അപ്പോഴേ സമയം പോവുക, ഞാൻ പോവുക. പോയിട്ടേ ചേച്ചിയുടെ കയറിത്താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളെ പോകും. ജനുവരിയില്. ജനുവരി. എൻ്റെ ചെവിടൊക്കെ വീങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും അസുഖമാണോ? ചൂട് കൊണ്ട് കരിക്കട്ട പോലെ കണ്ടോ? അതെ, ഉറങ്ങാനായിട്ട് ഭയങ്കര ചൂടല്ലേ. ഇന്നലെ AC എല്ലാം ഓഫായിപ്പോയി. അയ്യോ, ഞങ്ങളെല്ലാം ഓടുവരുന്നു അവിടെ കിടന്ന്. അതുകൊണ്ട് ഉറങ്ങിയില്ല. പിന്നെ ആങ്ങളെ പോയിട്ട് പാലായിന്ന് വന്ന അവൻ 2 മണിയായപ്പോഴാണ് വന്നത്. പിന്നെ 4 മണി വരെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കിടന്നു. 6 മണിയായപ്പോ ഏറ്റു. ആര്? ആങ്ങളയ്ക്ക് ജോലി ഫ്രാൻസിലാ. അല്ലല്ല, വരാൻ പോകാൻ പറ്റിയല്ലേ. യൂറോപ്പിലല്ലേ, അത്ര ദൂരെയല്ലേ. പ്ലെയിനെ കയറി പോകും. വെള്ളം കുടിച്ച് വെള്ളം കുടിക്കണോന്നേ. വെള്ളം കുടിച്ചില്ലേ? ഒത്തിരി കുടിക്കാറുണ്ട്. പക്ഷേ ഇത്ര ഒന്നും വേണ്ട. ഒന്ന് കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ചില്ലേ ഭയങ്കര ചൂടാന്നേ. ചൂടായിരിക്കും. ഞാൻ കുടിക്കല. ദിവസേന വെള്ളത്തിന്റെ പുറത്തല്ലേ ജീവിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള വെള്ളവാ, തരത്തിലുള്ള വെള്ളവാ കുടിക്കുന്നത്. ഇങ്ങ് കൊണ്ടുവാ, ഇത് കുടിച്ചേ. പറഞ്ഞാ കേക്കിയല്ലേ. നല്ല മധുരം. അത് കുടിക്കാനാ. കുടിച്ചോ. ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. വേഗം കുടിച്ചോ. ഇല്ല ജോമോളെ ഇപ്പൊ കൊണ്ടുപോകും. അന്ന് ജോമോളുണ്ടായിരുന്നു ഇവിടെ. ജോമോനില്ലായിരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലെന്നേ. അത് എന്റെ അമ്മയുടെ അനിയത്തി ഒന്ന് എന്റെ ചേച്ചി. ആ ചേച്ചിയാ സ്ഥലം അന്ന് ഞാൻ സ്ഥലം കാണാൻ വന്നതാണ്. ചേച്ചി മേടിച്ചായിരുന്നു. അല്ല കുടിച്ച് അതുകൂടെ കുടിക്കും. ജോമോളെ കൊണ്ടുപോകും. വെള്ളം കുടിച്ചാൽ ജോമോൾ ഇവിടെ നിൽക്കും.
വെള്ളം കുടിച്ചില്ല ജോമോളെ കൊണ്ടുപോകും. വേഗം കുടിച്ചോ. എന്നാ അതിനാ കൊണ്ടുപോകണം? അവളെ ജോലിക്ക്. ആ ഇപ്പം രാത്രി കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണ്ടേ? രാത്രി കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണം. കുപ്പി ഉണ്ടല്ലോ. അവിടെ കിട്ടുമോ? അവിടെ വെള്ളം കിട്ടും. ഐസ് വെള്ളമാണ്. ആണോ? ഇനിയിപ്പോൾ മതി മതി. ഇച്ചിരി കൂടെ ഉള്ളു, ഒറ്റ വലിയും കൂടെ. ശകലവും കൂടെ ഉള്ളല്ലോ. അവിടെ കുടിക്ക് വെള്ളം കളയാൻ പറ്റിയല്ലോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് കുടിച്ചാൽ മതി. മിടിക്കുകയാണല്ലോ, സുന്ദരിയാണല്ലോ. എന്നതാ തുപ്പിയത്? എന്നാ കഞ്ഞി കുടിച്ചോ. ഇനിയിപ്പോ 12:05 കൃത്യസമയത്തല്ലേ കഴിക്കുന്നത്? സമയം 12:05. കഴിക്കുന്ന 12 മണിക്കാന്നല്ലേ പറഞ്ഞേ? അതിനോട് പകലേ രാത്രി 12-നാണ് കഴിക്കുന്നത്. രാത്രി ഒന്നാലും ഇരിക്കാതെ പറ്റില്ല. രാത്രി എന്തായാലും നമ്മൾ ഉറങ്ങുക. അപ്പൊ പിന്നെ കഴിച്ചോ. ഇപ്പൊ പകലല്ലേ. എന്നാ ഞാൻ പോകുമോ? ഇനി ഇവിടെ ചോറുണ്ടോ എനിക്ക് തരാൻ? ശകലം എനിക്ക് വിശക്കുന്നുണ്ട്. ഇച്ചിരി ചോറുണ്ടോ തരാൻ? തരാനോ? അവരോട് ചോദിച്ചു നോക്കാതെ. അയ്യോ, ഒന്ന് ചോദിച്ചേ ജോമോളോട് ചോറുണ്ടോ? ചോറിൽ ചപ്പാത്തി ഇരിപ്പുണ്ടെന്ന് പറ. ചപ്പാത്തി ഉണ്ടെന്ന് പറ. ചിക്കനും ഉണ്ടെന്ന് പറ. ചിക്കൻ വേണ്ടേ? ചപ്പാത്തി ചിക്കനും ഉണ്ടെന്ന്. കഴിച്ചോ. എന്തേലും കഴിച്ചപ്പോ എന്നിട്ട് പുഴുക്കുണ്ടെന്ന് പറഞ്ഞിട്ടാ. പുഴുക്കെന്തിയെ? ചക്കയെല്ലാം നേരത്തെ അങ്ങ് പുഴുങ്ങി തിന്നു. ചക്ക വരുന്നേ ഉള്ളൂ. ചക്കയൊക്കെ തീർന്നു. ചക്ക തീർന്നു. മറ്റേ അവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു കായിരേ ഉള്ളു. ഒരു 6 മാസം 5 മാസം 3 മാസം ഇങ്ങനെയൊക്കെയാ ചക്കയുടെ. എടുത്ത് തിന്നോണം കേട്ടോ. 4 മണിക്ക്. 4 മണിക്ക് ഇപ്പോഴല്ല, 4 മണിക്ക് ഇതൊക്കെ തിന്നോണമെന്ന്. എന്നാ ഇന്ന് 4 മണിക്ക് കുറേശ്ശെ എടുത്ത് തിന്നണം. ജോമോളോട് പറയണം കുറേശ്ശെ എടുത്ത് തരാൻ ഒരു പാത്രത്തിലിട്ട്. വൈകിട്ട് 4 മണിക്ക്. കഞ്ഞി കുടിക്കണം. ചായയുടെ കൂടെ ഇപ്പൊ കഞ്ഞി കുടിക്കണേ. നല്ല നിങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചോട്ടാ? 4 മണിക്ക് ഞങ്ങള് കഴിക്കാറില്ല. അവിടെ എങ്ങനെ കഴിക്കാൻ പറ്റിയല്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയാ. വിവാനേ വിവാൻ ഓടിയിരുന്നു. പോയിട്ട് വരാം. പ്രാർത്ഥന ചെല്ലിയില്ലേ? പ്രാർത്ഥന ചെല്ലിയില്ലേ? ആരാ? അമ്മച്ചി പ്രാർത്ഥനയൊക്കെ ചെല്ലണം. എപ്പാ? അതിനൊക്കെ സമയമുണ്ട്. അപ്പൊ ഞങ്ങള് പോകാം. ഇനി പോവാണ്. ഒരു വന്നിച്ച് പോവാം. എന്നാ പോണം? ഞാനോ? ബുധനാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നാ ബുധനാഴ്ച ജോലി സ്ഥലത്തോട്ടാ? ആണോ? അതുവരെ പോണില്ലേ? ബുധനാഴ്ച ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ. 2 ദിവസം. ഇന്ന് ഞായറായില്ലേ? ഇന്നിപ്പോ ഇത് ഞായർ. ഇപ്പൊ തിങ്കൾ ചൊവ്വ 2 ദിവസമുള്ളൂ. ബുധനാഴ്ച പോകും. അപ്പൊ പോയിട്ട് വരാനി. പിന്നെ രാത്രിക്കാണോ അവിടെ ഇങ്ങോട്ട്? രാത്രിക്കാ ഫ്ലൈറ്റ് 8:30. ആണോ? പോയിട്ട് വരാം. നമ്മുടെ ആയുധം മറന്നു പോയല്ലേ? നമ്മുടെ ആയുധം മറന്നു പോയത്. അയ്യോ പോട്ടെ. ജനുവരി വരും. അതുവരെ കാണാൻ എനിക്ക് പറ്റിയ. ഇടയ്ക്ക് ഫോൺ വിളിക്കാം. അന്നേരം കാണണം. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കാം വീഡിയോ കോളില്. അന്നേരം വർത്താനം പറയുമോ? താനും പറയാൻ പറ്റുമെങ്കിൽ പറ്റും. അത് മതി. ഇവിടുന്ന് അവിടെ വരെ കിട്ടുമെന്ന് അറിഞ്ഞില്ല. നാളെ കിട്ടും. ഞാൻ വിളിക്കാം. സങ്കടായി. വിവീനയുടെ അന്വേഷണം പറയണം. ലാലി വന്നായിരുന്നു പറയുന്നു. ലാലി കട്ടപ്പനയാണ്. എവിടെന്നാ ഞാൻ വന്നേ? ഞാൻ എവിടെന്നാ വന്നേ? കട്ടപ്പന. അവിടെ വന്നായിരുന്നു പറ. അവിടെയാ അവിടെ വീട്? എന്റെ വീട്. അവൾ വിവീനയോട് നന്നായിട്ട് പഠിക്കാൻ പറയണം കേട്ടോ. മെഡിക്കായിട്ട് പഠിച്ചിട്ട് ഇത്തിരി എവിടെ പോകാൻ പറ. ഓസ്ട്രേലിയക്ക്. കട്ടപ്പനയൊക്കെ താമസത്തിന് നല്ലതല്ലേ? നല്ല ഇച്ചിരി ചൂട് കുറവുണ്ട്. ഇപ്പൊ ചൂട് കൂടുതല. ഇക്കൊല്ലം ചൂട് കൂടുതല. വരുന്നുണ്ടോ കട്ടപ്പനയ്ക്ക്? കട്ടപ്പനയ്ക്ക് വരുന്നുണ്ടോ? ഞാനോ? എന്റെ മോളെ പുറത്തേക്കൊന്നും പോക്കില്ലല്ലോ. എന്റെ മോളെയൊക്കെ ഞാൻ എന്ന് കാണുന്നുണ്ട്. സങ്കടം ബന്ധന്റെ ഭാഗമാണ്. വന്നപ്പത്തെ ഇതല്ല.
വലിയ പോകത്തില്ല. പോകുമല്ലേ, കൊണ്ടുപോകുന്നില്ല. എന്നാ വെച്ചേ, സങ്കടമാണോ? സങ്കടപ്പെടണ്ട കേട്ടോ, വേഗം വന്നേക്കാവേ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി കേട്ടോ. എന്നാ പറ്റിയേ? ഒന്നും പറ്റിയില്ല. സങ്കടപ്പെടണ്ട കേട്ടോ. മനസ്സിന് പ്രയാസം. അതിനാ ജോമോളെ കൊണ്ടുപോകുന്നോണ്ടാണോ? നിങ്ങളൊക്കെ പോകണോണ്ട് ജോമോളെ കൊണ്ടുപോകുന്നോണ്ടാണോ? കൊണ്ടുപോകണോണ്ടോ? അങ്ങനെയൊന്നും തരില്ല. എന്നാ ഞാൻ പോവാ. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇവിടെ അങ്ങോട്ട് ജോലിക്ക് കൊണ്ടുപോകണം. അവിടെ ജോലിക്ക് ഉണ്ടാകാൻ ഓർത്താ. ഇനി അമ്മച്ചിക്ക് വയ്യെങ്കിൽ പിന്നെ ഇഷ്ടമല്ലേ കൊണ്ടുപോകുന്നില്ല, സങ്കടമാണെങ്കിൽ. കൊണ്ടുപോയി ഇവിടെ ആരാ ഉള്ളത്? അതാ ശരി. ലീലാമ്മയുടെ അടുത്ത് പോവാം. ലീലാമ്മയുടെ അടുത്ത്. ഇവിടെയോ? ലീലാമ്മയുടെ അടുത്ത് വരാം. ലീലാമ്മയുടെ ഇങ്ങോട്ട് വരാൻ പറ. അവളൊന്നും വരുമെന്ന് തോന്നുന്നു. അതന്നെ, അവരൊക്കെ ജോലിക്കാരാ. അവർക്ക് മാത്രമേ ജോലിയുള്ളൂ. എന്നാ പോട്ടെ, എന്നാ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. എന്ന് വരും? ജനുവരി. എന്നാ വരും? ജനുവരി. എത്ര മാസങ്ങൾ? എന്നാ ഞാനിവിടെ നിൽക്കാം. എന്റെ പകരത്തിന് ജോമോളെ വിടാം. ഒന്നാമത്തെ നമ്മള് ജോലി അവിടെ അല്ലേ? അവിടുന്ന് അങ്ങോട്ട് ഇവളെ വിടാൻ, ജോമോളെ വിടാൻ. എന്നിട്ട് ഞാനിവിടെ നിൽക്കാം. ജോമോനെ ഇവളും കൂടെ പോട്ടെ. ജോലിക്കോ? അവർ രണ്ടുപേരും കൂടെ പോട്ടെ. ഞാനിവിടെ നിൽക്കാം അമ്മച്ചിയുടെ അടുത്ത്. ജോലിക്കോ? ഞാനിവിടെ ജോലിക്കല്ലെന്ന്, ഞാനിവിടെ നിന്ന് അമ്മച്ചീനെ നോക്കാം. എന്നിട്ട് ഇവര് ജോലിക്ക് പോട്ടെ. ഇവര് ജോലി ചെയ്തിട്ട് എനിക്ക് പൈസ ശമ്പളം തരട്ടെ. എന്നാ ചെയ്യണ്ടേ? എനിക്ക് ഞാനൊന്നും പറയല്ല. കണ്ടോ, നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ. എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, കണ്ടുപിടിച്ച് ചെയ്തോ. അല്ലാതെ നിങ്ങളെ അങ്ങനെ ഒന്നും പറ്റിയല്ല ഞാൻ പറഞ്ഞു വിടുകയില്ല. അത് സാധ്യമല്ല. അത് ഒരിക്കലും ഒക്കെയല്ല. എന്നാ ജോമോൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ തന്നെ പോകാം. അതാ നല്ലത് അല്ലേ? ഇടയ്ക്ക് എനിക്ക് കാണണം. ആരെ? നിങ്ങളെയൊക്കെ. അത് ഞാൻ ഫോട്ടോ എടുത്ത് വിടാം ഇടയ്ക്ക്. ജോമോളുടെ ഫോണേല്, ജോമോളുടെ ഫോണെ ഫോട്ടോ എടുത്ത് വിടാം. എന്റെ ഫോട്ടോ ഇടയ്ക്ക് നോക്കിയോളുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോ വർത്താനം പറയണം. അന്നേരം നമുക്ക് കാണാം, കണ്ടു വിളിക്കാം കേട്ടോ. പോവോ? ഇവിടുന്ന് പോവും. ഇവിടുന്ന് നാളെ രാവിലെ പോവും. അപ്പൊ നിന്നെ കെട്ടിച്ചിരിക്കണ എവിടെയാ? അത് കട്ടപ്പന. ഇടുക്കി. അവിടെയാണോ? തണുപ്പല്ലായിരുന്നോ? പിടിക്കോ? പിന്നെ ഭയങ്കര തണുപ്പാ. ഇനിയിപ്പൊ ജൂണായാലും അവിടെ ചൂടായി 3 മാസത്തേന്. എന്നാ പോയിട്ട് വരാട്ടോ. ടാറ്റാ. എന്റെ ഭാഗം എന്താ കാണും, ആര് കാണും അത് വെച്ചല്ല. നേരെ എന്നാ സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. ഇല്ല. പോയിട്ട് വരട്ടെ. സമയം പോയി, ഇനി നേരം പോയി. ഇനി പോയിട്ട് വരട്ടെ. സങ്കടപ്പെടല് കേട്ടോ. പോയിട്ട് വരാവേ. മിടുക്കിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഞാൻ ജനുവരി വരും കേട്ടോ. നീ വരുന്ന ഇങ്ങോട്ടാ? കാണാൻ പറ്റും. ഞാൻ ഉടനെ വരൂന്നേ. വരാൻ ഇനിയൊക്കെ ഒത്തിരി പേര് വരും. വരൂന്നേ. ടാറ്റ. പോയിട്ട് വരാവേ. പ്രാർത്ഥിക്കണം കേട്ടോ, സുഖമായിട്ട് അവിടെ എത്താന്, തിരിച്ചു വരാന്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇനി ലാലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. എന്റെ പേരെന്നാ? എന്റെ ലാലി. 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 ലാലിയോ? ലാലി. ലാലിയോ? ലാലി. ലാലി. പോവാണേ. എന്നാ ജോമോ ബച്ചേ കേട്ടോ. ഇടയ്ക്ക് വരാം. ബിന്ദു ചേച്ചി വന്നപ്പോഴും കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.